പരിസ്ഥിതി ഞായറാഴ്ചയാണ്. ഈ വിശുദ്ധ ദിവസത്തിൻ്റെ പ്രഭാതത്തിൽ നടത്തപ്പെടുന്ന ഈ ദിവ്യ ആരാധനയിൽ നിങ്ങളുടെ ഭവനങ്ങളിൽ നിന്ന് പ്രാർത്ഥനയോടുകൂടെ ഭയഭക്തിയോടുകൂടെ പങ്കെടുക്കുവാൻ എല്ലാവരെയും ആഹ്വാനം ചെയ്യും. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ. പരിശുദ്ധനും നിത്യനുമായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അവിടുന്ന് ഈ ഭൂമിയെ സൃഷ്ടിച്ചു. അതിനെ പരീക്ഷിപ്പാനുള്ള ചുമതല നീ ഞങ്ങൾക്ക് നൽകി. കാത്തു സൂക്ഷിപ്പാൻ, പ്രകൃതിയെ ചൂഷണം ചെയ്യാതെ, പ്രകൃതി നീ ഞങ്ങൾക്ക് തന്ന ദാനമാണെന്നുള്ള ബോധ്യത്തോടുകൂടെ ജീവിപ്പാൻ ഞങ്ങളെല്ലാവരെയും ഒരുക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആദിത്യ ചന്ദ്രാദികളെ ചമച്ചവന സ്തോത്രം എന്നാരംഭിക്കുന്ന 12ാമത്തെ ഗീതപാഠം, ലിറിക് നമ്പർ 12. ചന്ദ്രാദികളെ ചമച്ചവന സ്തോത്രം, ബോധിച്ചതെല്ലാം ക്ഷണത്തിൽ തികച്ചവന സ്തോത്രം. ഏദൻ കാവിൽ ആദം ഹവ്വായോട് പാലാവൃന്ദം മോദമുടൻ സൃഷ്ടിച്ചിത നാഥനെന്നും സ്തോത്രം. ആദിമനുഷ്യൻ ചതിവിലായതിനെ കണ്ടു, ഭീതി ഭുവനത്തിൽ നിന്നു പോകതിനായി കൊണ്ടു. വേദപരൻ നീതി തികവാമതിനായി പണ്ടു, ഖേദമൊഴിപ്പാൻ മരണം ജയിച്ചവന് സ്തോത്രം. ബാലഗണമേ വരുവിൻ, ശീലമുടൻ കൂടി കോലാഹലവാണികളാൽ ഹല്ലേലൂയ പാടി. ചേരോട് പാദം വണങ്ങാൻ ഗീതഗണം തേടി, ഏലോഹിം പിതാസുതരാത്മാവിനെയും സ്തുതിപ്പീൻ. ദൂതരെല്ലാം ബോധമുടൻ നാഥനെ കൊണ്ടാടി, സാദരം സിംഹാസനത്തിൻ നാലു ചുറ്റും കൂടി. താതസുതാത്മാക്കൾക്കു നൽഗീതങ്ങളെ പാടി, ശ്വേതവസ്ത്രങ്ങൾ ധരിച്ചു മൂടുന്നതു മൂടി. ശക്തിയചരാചരങ്ങൾ ഒക്കെയുണ്ടാക്കി, യുക്തിയതാരതരത്തിൽ എത്രയും നന്നാക്കി. ഭക്തിയനാടപതിന് മാർഗമൊന്നുണ്ടാക്കി, മുക്തിയിൽ നാടത്തുന്ന ത്രിയേകനെന്നും സ്തോത്രം. നമുക്ക് ദൈവത്തെ ആരാധിക്കാം. ദൈവമാത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിനും സത്യത്തിലും നമസ്കരിക്കണം. നമ്മുടെ പിതാവായ ദൈവത്തെങ്കിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസം, ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കാം. കർത്താവേ, ഞങ്ങളുടെ അധരങ്ങളെ തുറക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും
പരിശുദ്ധാത്മാവിന് മഹത്വം ഉണ്ടാകട്ടെ. തൃത്വത്തിന് സ്തുതി. ഇന്നത്തെ ആരാധനയിൽ നമുക്ക് രണ്ടാമത്തെ ഭാഗം ഉപയോഗിക്കാം. അവന്റെ വാതിലുകളിൽ സ്തോത്രത്തോടും അവന്റെ പ്രകാരങ്ങൾ സ്തുതിയോടും കൂടെ വരുവിൻ. അവന് സ്തോത്രം ചെയ്ത് അവന്റെ നാമത്തെ വാഴ്ത്തുവേ. വരുവേ, നാം വണങ്ങി നമസ്കരിക്കുക. നമ്മെ നിർമ്മിച്ച യഹോവയുടെ മുമ്പിൽ മുട്ടുകുത്തുക. യഹോവയുടെ പർവ്വതത്തിൽ ആര് കയറും? അവന്റെ വിശുദ്ധ സ്ഥലത്ത് ആര് നിൽക്കും? ഞങ്ങളുടെ ദൈവമായ കർത്താവിന്റെ പക്കൽ കരുണയും മോചനവും കൊണ്ട് ഞങ്ങളോ അവനോട് മത്സരിച്ചു. അവൻ തന്റെ ദാസന്മാരായ പ്രവാചകന്മാർ മുഖാന്തരം ഞങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ന്യായപ്രമാണപ്രകാരം നടപ്പാൻ ഞങ്ങൾ ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ വചനം കേട്ട് അനുസരിച്ചില്ല. യേശു പറഞ്ഞു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എന്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. നമുക്ക് ഒരുമിച്ച് പറയാം. എന്റെ വായിലെ വീണ്ടെടുപ്പുകാരനായ യഹോവേ, എന്റെ വായിലെ വാക്കുകളും എന്റെ ഹൃദയത്തിലെ ധ്യാനവും നിനക്ക് പ്രസാദമായിരിക്കുമാറാകട്ടെ. സർവശക്തനായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ഞങ്ങളുടെ ആരാധനയും സ്തോത്രവും തിരുമുമ്പാകെ അർപ്പിക്കുന്നതിനായി ഞങ്ങൾ നിന്റെ സന്നിധിയിലേക്ക് വന്നിരിക്കുന്നു. ഞങ്ങളുടെ പാപങ്ങളെ പരമാർത്ഥമായി ഏറ്റുപറയുന്നതിനും മറ്റുള്ളവർക്കും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനും ഞങ്ങളെ സഹായിക്കണമേ. നിന്റെ പരിശുദ്ധ വചനം ശ്രദ്ധയോടെ കേൾക്കുന്നതിനാൽ ഞങ്ങൾ നിന്റെ സ്നേഹത്തിന്റെ വലുപ്പത്തെ കൂടുതൽ യഥാർത്ഥമായി അറിയുകയും നിന്റെ കൃപാഫലങ്ങളെ ഞങ്ങളുടെ ജീവിതത്തിൽ തെളിയിച്ചു കാണിക്കുകയും ചെയ്യേണ്ടതിന് ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം കൃപ ചെയ്യണമേ. പാപസ്വീകാരം. നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു. സത്യം നമ്മളില്ലാതെയായി നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയെ പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. ഞാൻ എഴുന്നേറ്റ് അപ്പന്റെ അടുക്കൽ ചെന്ന് അവനോട്, അപ്പാ, ഞാൻ സ്വർഗത്തോട് നിന്നോട് പാപം ചെയ്തിരിക്കുന്നു. ഇനി നിന്റെ മകൻ എന്ന പേരിന് ഞാൻ യോഗ്യനല്ല എന്ന് പറയും. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകൾ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല. പാപമൊഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്ക് ഉള്ളത്. നമുക്ക് മുട്ടുകുത്തി മൗനമായി നമ്മെ തന്നെ ചോദന ചെയ്യാം. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ പാപങ്ങളെയും വീഴ്ചകളെയും ദൈവസന്നിധിയിൽ വിനയമായി നമുക്ക് ഏറ്റുപറയാം. രണ്ടാമത്തെ പാപസ്വീകാര പ്രാർത്ഥന നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പിതാവായ ദൈവമേ, ഞങ്ങൾ വിചാരത്തിലും വാക്കിലും പ്രവൃത്തിയിലും നിനക്ക് വിരോധമായി പാപം ചെയ്തിരിക്കുന്നു. ഞങ്ങൾ നിന്നെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിച്ചിട്ടില്ല. ഞങ്ങൾ ഞങ്ങളുടെ കൂട്ടുകാരെ ഞങ്ങളെ പോലെ സ്നേഹിച്ചിട്ടില്ല. ഞങ്ങളോട് കരുണയുണ്ടാകണമെന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങളെ ശുദ്ധീകരിക്കുകയും ദോഷത്തെ ജയിക്കുവാൻ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. സർവശക്തനും കരുണയുള്ളവനുമായ കർത്താവ്, നിങ്ങൾ പാപങ്ങളുടെ മോചനവുമാക്കും ജീവിതം ക്രമപ്പെടുത്തുന്നതിനുള്ള അവസരവും പരിശുദ്ധാത്മാവിന്റെ കൃപയും ആശ്വാസവും നമുക്ക് നൽകുമാറാകട്ടെ. കർത്താവിനെ സ്തുതിപ്പീൻ. 95-ാമത്തെ സങ്കീർത്തനം
വാക്യപ്രതിവാക്യമായിട്ട് ഉപയോഗിക്കാം. അതിൻ്റെ ആദ്യത്തെ 7 വാക്യങ്ങൾ. വരുവീൻ നാം യഹോവയ്ക്ക് ഉല്ലസിച്ച് ഘോഷിക്കാം, നമ്മുടെ രക്ഷയുടെ പാറയ്ക്ക് ആർപ്പിടുക. നാം സൗന്ദര്യത്തോടെ അവന്റെ സന്നിധിയിൽ ചെല്ലുക, സങ്കീർത്തനങ്ങളാൽ അവനെ ഘോഷിക്കാം. യഹോവ മഹാദൈവമല്ലോ, അവൻ സകല ദേവന്മാർക്കും മീതെ മഹാരാജാവ് തന്നെ. ഭൂമിയുടെ അധോഭാഗങ്ങൾ അവന്റെ കയ്യിലാവുന്നു, പർവ്വതങ്ങളിൽ ശിഖരങ്ങളും അവനുള്ളവ. സമുദ്രം അവനുള്ളത്, അവനെ ഉണ്ടാക്കി, കരയും അവന്റെ കൈകൾ മനഞ്ഞിരിക്കുന്നു. വഴിയിൽ നാം വണങ്ങി നമസ്കരിക്കാം, നമ്മെ നിർമ്മിച്ച യഹോവയുടെ മുമ്പിൽ മുട്ടുകുത്തുക. അവൻ നമ്മുടെ ദൈവമാകുന്നു, നാമോ അവൻ മേയിക്കുന്ന ജനവും അവന്റെ കൈക്കലെ ആടുകളും തന്നെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. ആദിയിലും ഇപ്പോഴും ഞങ്ങളുടെ പ്രകാരം തന്നെ. ആമേൻ. ഇന്നത്തേക്കുള്ള പ്രത്യേക സങ്കീർത്തനം വാക്യപ്രതിവാക്യമായിട്ട് ഉപയോഗിക്കാം. ഇന്ന് കാലത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന സങ്കീർത്തനം 33 സങ്കീർത്തനം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ വാക്യപ്രതിവാക്യമായി നമുക്ക് വായിക്കാം. നീതിമാന്മാരെ യഹോവയിൽ ഘോഷിച്ചുല്ലസിപ്പീൻ, സ്തുതിക്കുന്നത് നേരുള്ളവർക്ക് ഉചിതമല്ലോ. അവന് പുതിയ പാട്ട് പാടുവീൻ, ഘോഷസ്വരത്തോടെ നന്നായി വാദ്യം വായിപ്പീൻ. അവൻ നീതിയും ന്യായവും ഇഷ്ടപ്പെടുന്നു, യഹോവയുടെ ദയ കൊണ്ട് ഭൂമി നിറഞ്ഞിരിക്കുന്നു. അവൻ സമുദ്രത്തിലെ വെള്ളത്തെ കൂമ്പാരമായി കൂട്ടുന്നു, അവൻ ആഴികളെ ഭണ്ഡാരഗൃഹങ്ങളിൽ സംഗ്രഹിക്കുന്നു. അവൻ അരുളി ചെയ്തു, അങ്ങനെ സംഭവിച്ചു. അവൻ കൽപ്പിച്ചു, അങ്ങനെ സ്ഥാപിതമായി. യഹോവയുടെ ആലോചന ശാശ്വതമായും അവൻ്റെ ഹൃദയവിചാരങ്ങൾ തലമുറ തലമുറയായി നിൽക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. ഇപ്പോൾ ഒന്നാമത്തെ വേദഭാഗം വായിച്ച് കേൾക്കാം. ഇന്ന കാലത്തെ ദിവ്യാരാധനയിലേക്ക് തിരഞ്ഞെടുത്തിരിക്കുന്ന ഒന്നാം വേദഭാഗം ഉൽപ്പത്തി പുസ്തകം 8-ാം അധ്യായം 15-ാം വാക്യം മുതൽ 22-ാം വാക്യം വരെ എഴുതപ്പെട്ടിരിക്കുന്ന ആ ദൈവവചനം കേൾപ്പിക്കും. ഉൽപ്പത്തി പുസ്തകം 8-ാം അധ്യായം 15-ാം വാക്യം മുതൽ 22-ാം വാക്യം വരെ. ദൈവം നോഹയോട് അരുളി ചെയ്തത്, നീ നിൻ്റെ ഭാര്യയും പുത്രന്മാരുടെ ഭാര്യമാരും പെട്ടകത്തിൽ നിന്ന് പുറത്തിറങ്ങുവിൻ. പറവകളും മൃഗങ്ങളും നിലത്തിഴയുന്ന ഇഴയാദിയുമായ സർവ്വജഡത്തിൽ നിന്നും നിന്നോടുകൂടെ ഇരിക്കുന്ന സകല ജീവികളെയും പുറത്ത് കൊണ്ടുവരിക. അവ ഭൂമിയിൽ അനവധിയായി വർദ്ധിക്കുകയും പെറ്റുപെരുകയും ചെയ്യട്ടെ. അങ്ങനെ നോഹയും അവൻ്റെ പുത്രന്മാരും ഭാര്യയും പുത്രന്മാരുടെ ഭാര്യമാരും പുറത്തിറങ്ങി. സകല മൃഗങ്ങളും ഇഴജാതികളൊക്കെയും എല്ലാ പറവകളും ഭൂചരങ്ങളൊക്കെയും ജാതി ജാതിയായി പെട്ടകത്തിൽ നിന്ന് ഇറങ്ങി. നോഹ യഹോവയ്ക്ക് ഒരു യാഗപീഠം പണിതു. ശുദ്ധിയുള്ള സകല മൃഗങ്ങളിലും ശുദ്ധിയുള്ള എല്ലാ പറവകളിലും ചിലതെടുത്ത് യാഗപീഠത്തിന്മേൽ ഹോമയാഗം അർപ്പിച്ചു. യഹോവ സൗരഭ്യവാസന മണത്തപ്പോൾ യഹോവ തൻ്റെ ഹൃദയത്തിൽ അരുളി ചെയ്തത്, ഞാൻ മനുഷ്യൻ്റെ നിമിത്തം ഇനി ഭൂമിയെ ശപിക്കയില്ല. മനുഷ്യൻ്റെ മനോനിരൂപണം ബാല്യം മുതൽ ദോഷമുള്ളതാകുന്നു. ഞാൻ ചെയ്തതുപോലെ സകല ജീവികളെയും ഇനി നശിപ്പിക്കുകയില്ല. ഭൂമിയുള്ള കാലത്തോളം വിതയും കൊയ്ത്തും ശീതവും ഉഷ്ണവും വേനലും വർഷവും രാവും പകലും നിന്നു പോകുകയും ഇല്ല. ഇവിടെ ഒന്നാം വേദഭാഗം അവസാനിക്കുന്നു. ദൈവമേ, നിനക്ക് സ്തോത്രം. ഇന്നത്തേക്കുള്ള രണ്ടാം വേദഭാഗം ഇപ്പോൾ വായിച്ച് കേൾക്കാം. ഈ വിശുദ്ധ ആരാധനയിലേക്ക് നിശ്ചയിച്ചിരിക്കുന്ന രണ്ടാം വേദഭാഗം അപ്പോസ്തലനായ പൗലോസ് റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം 18 മുതൽ 25 വരെയുള്ള ദൈവവചനങ്ങളെ ശ്രദ്ധിപ്പീൻ. റോമർ 8:18 മുതൽ 25 വരെ. നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ
ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. സൃഷ്ടി ദ്രവത്വത്തിൻ്റെ ദാസ്യത്തിൽ നിന്ന് വിടുതലും ദൈവം മക്കളുടെ തേജസ്സുമാകുന്നു. സ്വാതന്ത്ര്യവും പ്രാപിക്കും എന്നുള്ള ആശയോടെ മായയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു. മനഃപൂർവമായിട്ടല്ല അതിനെ കീഴ്പ്പെടുത്തിയവൻ്റെ കൽപ്പന നിമിത്തമത്രേ സർവസൃഷ്ടിയും ഇന്നുവരെ ഒരുപോലെ ഞരങ്ങി ഈറ്റുന്നുമോടിയിരിക്കുന്നു എന്ന് നാം അറിയുന്നുവല്ലോ. ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാമും നമ്മുടെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു. പ്രത്യാശയാലല്ലോ നാം രക്ഷപ്പെട്ടിരിക്കുന്നത്. കാണുന്ന പ്രത്യാശയോ പ്രത്യാശയല്ല. ഒരുത്തൻ കാണുന്നതിനായി ഇനിയും പ്രത്യാശിക്കുന്നത് എന്തിന്? നാം കാണാത്തതിനായി പ്രത്യാശിക്കുന്നു, എങ്കിലോ അതിനായി ക്ഷമയോടെ കാത്തിരിക്കുന്നു. ഇങ്ങനെ ഇവിടെ വേദപാഠം ഭാഗിച്ച് അവസാനിക്കുന്നു. ദൈവമേ, നിനക്ക് സ്തോത്രമുണ്ടാകട്ടെ. വിശുദ്ധ സുവിശേഷം. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷത്തിൽ 6-ാമത്തെ അധ്യായത്തിൽ 25 മുതൽ 34 വരെയുള്ള ദൈവവചനം ശ്രദ്ധിക്കുക. The Gospel according to Saint Matthew, chapter 6, verses 25 to 34. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്, എന്ത് തിന്നും എന്ത് കുടിക്കും എന്ന് നിങ്ങളുടെ ജീവനായിക്കൊണ്ടും എന്തൊടുക്കും എന്ന് ശരീരത്തിനായിക്കൊണ്ടും വിചാരപ്പെടരുത്. ആഹാരത്തെക്കാൾ ജീവനും ഉടുപ്പിനേക്കാൾ ശരീരവും വലുതല്ലയോ? ആകാശത്തിലെ പറവകളെ നോക്കുവിൻ. അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടുവെക്കുന്നതുമില്ല. എങ്കിലും സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് അവയെ പുലർത്തുന്നു. അവയേക്കാൾ നിങ്ങൾ ഏറ്റവും വിശേഷതയുള്ളവരല്ലയോ? വിചാരപ്പെടുന്നതിനാൽ തന്റെ നീളത്തോട് ഒരു മുഴ കൂട്ടുവാൻ നിങ്ങളിൽ ആർക്ക് കഴിയും? ഉടുപ്പിനെ കുറിച്ച് വിചാരപ്പെടുന്നത് എന്ത്? വയലിലെ താമര എങ്ങനെ വളരുന്നു എന്ന് നിരൂപിപ്പിൻ. അവ അധ്വാനിക്കുന്നില്ല, നിൽക്കുന്നതുമില്ല. എന്നാൽ ശലോമോൻ പോലും തന്റെ സർവമഹത്വത്തിലും ഇവയിൽ ഒന്നിനോടും ചമഞ്ഞിരുന്നില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇന്നുള്ളതും നാളെ അടുപ്പിലിടുന്നതുമായ വയലിലെ പുലിനെ ദൈവം ഇങ്ങനെ ചമയിക്കുന്നു എങ്കിൽ അല്പവിശ്വാസികളെ നിങ്ങളെ എത്ര അധികം. ആകയാൽ നാം എന്ത് തിന്നും എന്ത് കുടിക്കും എന്ത് ഉടുക്കും എന്നിങ്ങനെ നിങ്ങൾ വിചാരപ്പെടരുത്. ഈ വകയൊക്കെയും ജാതികൾ അന്വേഷിക്കുന്നു. സ്വർഗസ്നായ നിങ്ങളുടെ പിതാവ് ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യം എന്ന് അറിയുന്നുവല്ലോ. മുൻപേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിക്കും, അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും. അതുകൊണ്ട് നാളേക്കായി വിചാരപ്പെടരുത്. നാളത്തെ ദിവസം തനിക്കായി വിചാരപ്പെടുമല്ലോ. അതത് ദിവസത്തിന് അന്നന്നത്തെ ദോഷം മതി. നിനക്ക് സ്തുതിയുണ്ടായിരിക്കട്ടെ. ഭൂമിയിൽ ഭംഗിക്കായി എന്നാരംഭിക്കുന്ന 464-ാമത്തെ കീർത്തനം പാടാം. ഹിം നമ്പർ 464.
പ്രാർത്ഥിക്കാം. പൂക്കളെയും മരങ്ങളെയും വൃക്ഷങ്ങളെയും കുന്നുകളെയും തടങ്ങളെയും സൂര്യനെയും ചന്ദ്രനെയും ഒക്കെ സൃഷ്ടിച്ച ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളും നിന്റെ സൃഷ്ടിയുടെ ഭാഗമാണല്ലോ. ഈ പ്രകൃതിയെ വിശ്വസ്തയോടുകൂടെ ഉപയോഗിക്കുവാൻ ഞങ്ങളെ നീ സഹായിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ഇന്ന് പരിസ്ഥിതി ഞായറാഴ്ചയായിട്ട് ആഘോഷിക്കുന്ന ദിവസമാണ്. ക്രിയേഷൻ നോട്ട്സ് ഫോർ ലിബറേഷൻ, വീണ്ടെടുപ്പിനായുള്ള സൃഷ്ടിയുടെ പരിവേദനം എന്നുള്ളതാണ് ചിന്താവിഷയം. ലോകമേ തറവാട്, നമുക്ക് ഈ ചെടികളും പുൽക്കകളും പുഴുക്കളും കൂടിതൻ കുടുംബക്കാർ, വള്ളത്തോളിന്റെ വരികളും, മൃഗങ്ങളും പക്ഷികളും മരങ്ങളും എല്ലാം അടങ്ങുന്നതാണ് നമ്മുടെ ഈ ഭൂമി. ഈ ഭൂമിയെ പരിരക്ഷിക്കാനുള്ള ചുമതല ദൈവം നമുക്ക് നൽകിയിരിക്കുന്നു. സൃഷ്ടിയുടെ വിശ്വസ്ത വിചാരകന്മാരായിരിക്കാനാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഇത് നാം വളരെയധികം കേൾക്കുന്ന രണ്ട് പദങ്ങളാണ് പരിസ്ഥിതി, പരിസ്ഥിതി, എക്കോളജി ആൻഡ് എൻവയൺമെന്റ്. എന്താണ് എക്കോളജി? ഭൂമിയിലുള്ള വൃക്ഷലതാദികളും മനുഷ്യനും ഉൾപ്പെടെയുള്ള സകല ജീവികളും തമ്മിലുള്ള അഭേദ്യമായ ബന്ധത്തെ കാണിക്കുന്നതാണ്, കുറിക്കുന്നതാണ് എക്കോളജി. വേദശാസ്ത്രപരമായി ചിന്തിക്കുമ്പോൾ എനിക്ക് ചുറ്റുമുള്ളതെല്ലാം, ഭൂമിയുമായി ബന്ധപ്പെട്ടതെല്ലാം ഉൾപ്പെടുന്നതാണ് എൻവയൺമെന്റ്. എക്കോളജിയും എൻവയൺമെന്റും അന്യോന്യം ബന്ധപ്പെട്ടതാണ്. എക്കോളജി ആൻഡ് എൻവയൺമെന്റ് ആർ മ്യൂച്വലി റിലേറ്റഡ് ടു ഈച്ച് അതർ. ഭൂമിയെ പരിരക്ഷിക്കാനായിട്ടാണ് ദൈവം മനുഷ്യന് കൽപ്പന നൽകിയത്. എന്നാൽ ഇന്ന്
ലോകത്തിൽ ഏറ്റവും അധികം ചൂഷണം ചെയ്യപ്പെടുന്നതും പ്രകൃതിയാണ്. ഒരു പക്ഷേ ഈ കൊറോണയുടെ കാലഘട്ടത്തിൽ കഴിഞ്ഞ 1, 2, 3 മാസമായി ആ ചൂഷണം നടക്കുന്നില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാം. പ്രകൃതിയുടെ ചൂഷണം എന്ന് പറയുമ്പോൾ അത് പല വിധത്തിലാണ്. വനം, ജലം, ഭൂമി ഇവയെ ആകെ തന്നെ ചൂഷണം ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. അങ്ങ് ആമസോൺ കാടുകൾ തുടങ്ങി നമ്മുടെ കൊച്ചു കേരളത്തിൽ വരെ വൻതോതിൽ മരങ്ങൾ വെട്ടി വീഴ്ത്തപ്പെടുന്നു. നദികളിൽ നിന്ന് മണൽ വാരി കരപ്രദേശം നദിയിലേക്ക് ഇടിയുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. ഒരു പക്ഷേ നദികളും തോടുകളും ഒക്കെ നമ്മുടെ അവശിഷ്ടങ്ങൾ നിക്ഷേപിക്കാനുള്ള സ്ഥലങ്ങളായി മാറിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ തെന്നിന്ത്യ സഭയുടെ ഇന്നത്തെ ചിന്താവിഷയം വളരെ പ്രസക്തമാണ്. പ്രകൃതിയുടെ ചൂഷണം മൂലം അന്തരീക്ഷ മലിനീകരണം വർദ്ധിക്കുന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ പത്രങ്ങൾ വായിച്ചു കേട്ടിട്ടുണ്ട്, അറിയുന്നു. ഓസോൺ പാളികൾക്ക് വിള്ളൽ വീണു എന്ന വർഷങ്ങൾക്ക് മുമ്പ് മുതലേ നമ്മൾ കേൾക്കുന്നു. എന്നാൽ കഴിഞ്ഞ 2-3 മാസത്തെ ഈ ലോക്ക്ഡൗൺ മൂലവും ഫാക്ടറികളൊക്കെ അടച്ചിട്ടിരിക്കുന്നത് മൂലവും ആ വിള്ളലിന് വളരെ കുറവ് വന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നു. ഇന്ന് പുറത്തിറങ്ങിയാൽ വളരെ ശുദ്ധമായിട്ടുള്ള വായു നമുക്ക് ശ്വസിക്കാൻ കഴിയും. പ്രകൃതിയിൽ ആകമാനം ഒരു വ്യത്യാസം വന്നു തുടങ്ങിയിട്ടുണ്ട്. ദൈവം പ്രകൃതിയെ സൃഷ്ടിച്ച ആ സൃഷ്ടിയുടെ അനുഭവത്തിലേക്ക് പതുക്കെ മനുഷ്യൻ മടങ്ങി വരികയാണ്. ഒരു പക്ഷേ ഈ കൊറോണയുടെ കാലം കഴിയുമ്പോൾ ഇതൊക്കെ നമ്മളങ്ങ് മറക്കും. നമുക്കറിയാലോ, നമുക്ക് വലിയ പ്രളയം വന്നപ്പോൾ നമ്മളെല്ലാവരും ഒരുമിച്ച് ഒരു കുടക്കീഴിൽ കൂടി. പ്രളയത്തിന്റെ കാലഘട്ടം കഴിഞ്ഞപ്പോൾ വീണ്ടും പഴയ പടിയിലേക്ക് മാറി. അതുകൊണ്ട് പ്രപഞ്ചത്തെ നാശത്തിലേക്ക് തള്ളിവിടുന്നതായിട്ടുള്ള മനുഷ്യന്റെ ഈ പ്രവൃത്തി അതുമൂലം സൃഷ്ടിയിൽ പ്രകടമായിരുന്ന ദൈവികമായ തേജസ് നഷ്ടപ്പെട്ടു എന്നുള്ളതും നമുക്കറിയാം. പ്രകൃതിയുടെ അല്ലെങ്കിൽ സൃഷ്ടിയുടെ ആ ഓർഡർ നഷ്ടപ്പെട്ടു. ദൈവിക വ്യവസ്ഥിതിയിൽ മനുഷ്യനെ പോലെ പ്രകൃതിക്കും ദൈവം പ്രാധാന്യം നൽകിയിട്ടുണ്ട്. യേശുവിന്റെ ജീവിതത്തിലും പഠിപ്പിക്കലുകളിലും ഒക്കെ പ്രകൃതിയിൽ നിന്ന് അടർത്തിയെടുത്ത അനേക ഉപമകളും ഉദാഹരണങ്ങളും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്ന 1-2 ഉദാഹരണങ്ങൾ മാത്രം ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, ഏദൻ തോട്ടത്തിന്റെ അനുഭവമാണ്. ഏദൻ തോട്ടം എന്ന് പറയുമ്പോൾ അത് ഒരുമയുടെ, സമാധാനപരമായ സഹിത്വത്തിന്റെ പ്രതീകമായിരുന്നു. ദൈവിക സൃഷ്ടികളെല്ലാം കൂടെ ഒരുമിച്ച് വന്ന് ഒരുമിച്ച് വളരുന്ന, ഒരുമിച്ച് വസിക്കുന്ന ഒരു വ്യവസ്ഥിതിയായിരുന്നു ഏദനിൽ നാം ദർശിക്കുന്നത്. ആ തോട്ടം പരിപാലിക്കുവാൻ ഉള്ള ചുമതല ദൈവം നൽകിയെങ്കിലും മനുഷ്യൻ ആ ചുമതലയിൽ നിന്ന് മാറി, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രകൃതിയെ ചൂഷണം ചെയ്യുവാനായിട്ട് തുടങ്ങി. തോട്ടത്തിന്റെ നടുവിലുള്ള വൃക്ഷത്തെ കുറിച്ചുള്ള കൽപ്പനയും ദൈവം നൽകിയത് നമുക്കറിയാം. എന്താണ് ആ വൃക്ഷത്തിന്റെ പ്രത്യേകത? നടുവിലുള്ള ഈ വൃക്ഷങ്ങൾ ദൈവത്തിന്റെ ബന്ധത്തെയും ദൈവത്തോടുള്ള ബന്ധത്തെയും ഉത്തരവാദിത്വത്തെയും കാണിക്കുന്നത് ആണ്. അതിന്റെ ഒരു അടയാളമായിട്ട് വേണമെങ്കിൽ നമുക്കത് മനസ്സിലാക്കാം. ഈ ലോക ജീവിതത്തിൽ നാം ആയിരിക്കുമ്പോൾ ദൈവം നൽകിയതാണുള്ള വിഭവങ്ങൾ വിശ്വസ്തയോടുകൂടെ
നല്ല ഒരു കാര്യവിചാരകൻ എന്നുള്ള ആ ചിന്തയിൽ അത് ഉപയോഗിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. ദൈവിക സൃഷ്ടിയുടെ ഭാഗമാണ് ഈ ഭൂമി. പരിസ്ഥിതിയെ അവഗണിച്ചുകൊണ്ടുള്ള ഒരു ജീവിതം വിശ്വാസിക്ക് സാധ്യമല്ല എന്ന് വേദശാസ്ത്ര പണ്ഡിതനായ ശമൂവേൽ റേ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ പ്രകൃതിയെ സംരക്ഷിക്കുക എന്നുള്ളത് മനുഷ്യന്റെ ചുമതലയാണ്. ഇന്തോനേഷ്യയിൽ ബാലി ദ്വീപിലുള്ള ദർശാനെ എന്ന് പറയുന്ന ഒരു ക്രിസ്ത്യൻ ചിത്രകാരൻ വരച്ച ഒരു ചിത്രമുണ്ട്. അദ്ദേഹം ആ ചിത്രത്തിന് കൊടുത്തിരിക്കുന്ന തലക്കെട്ട് വീഴ്ചയ്ക്ക് 5 മിനിറ്റ് മുമ്പ് എന്നാണ്. അദ്ദേഹം വരച്ചതായുള്ള ആ ചിത്രത്തിൽ എല്ലാം മറന്ന് ദൈവത്തെ പോലെ ആകുവാനുള്ള മനുഷ്യന്റെ വ്യഗ്രത കാണാനായിട്ട് കഴിയുന്നുണ്ട്. ദൈവം തിന്നരുത് എന്ന് പറഞ്ഞതായിട്ടുള്ള ആ പാപത്തിന്റെ കനി തിന്നുവാനായിട്ട് ഒരുങ്ങുമ്പോൾ അരുതേ അരുതേ എന്ന് നിലവിളിക്കുന്ന പ്രകൃതിയുടെ ശബ്ദം ആ ചിത്രത്തിൽ കൂടെ മനസ്സിലാക്കാൻ കഴിയും. പ്രകൃതി അവിടെ വിലപിക്കുകയാണ്. ആ ചിത്രത്തെ കുറെ കൂടെ ശ്രദ്ധയോടുകൂടെ നാം വീക്ഷിച്ചാൽ ആ വൃക്ഷം സ്വയമായി ദൈവത്തോട് വിധേയം കാട്ടി, ഒരു വിധേയത്വം കാട്ടി. പഴത്തിന്റെ ആ ഞെടുപ്പ് അല്ലെങ്കിൽ ആ ഞെട്ട് ആ വൃക്ഷം തന്നെ കുറെ കൂടെ ഉറപ്പിച്ചു. ഹവ്വ വളരെ ബലം പ്രയോഗിച്ചതിന് ശേഷമാണ് ആ പഴം പറിച്ചെടുത്തത് എന്ന് ആ ചിത്രത്തിൽ വ്യക്തമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ പ്രകൃതി പോലും ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കാനായിട്ട് ഒരുങ്ങുമ്പോൾ മനുഷ്യൻ പലപ്പോഴും ആ കൽപ്പന ലംഘിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അതുകൊണ്ട് റോമാലേഖനത്തിൽ നമ്മൾ വായിച്ചു കേട്ടത് സൃഷ്ടി ഞരങ്ങി ഈറ്റുന്നതോടുകൂടെ വീണ്ടെടുപ്പിനായി കാത്തിരിക്കുന്നു എന്ന്. സകല സൃഷ്ടിയും ഇന്നൊരു വീണ്ടെടുപ്പിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഈ കാത്തിരിപ്പ് നീണ്ടു 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 പോകുന്നു എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യമാണ്. രണ്ടാമത്തെ ചിന്ത പുതിയ യെരുശലേമിനെ കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട്. ഒരു വീണ്ടെടുപ്പിന്റെ അനുഭവത്തിൽ വരുമ്പോൾ വെളിപ്പാട് പുസ്തകം 21-ാമത്തെ അധ്യായത്തിൽ നാം വായിക്കുന്നത് പോലെ പുതിയ ആകാശവും പുതിയ ഭൂമി. ഒന്നാമത്തെ ആകാശം ഒന്നാമത്തെ ഭൂമിയും ഒഴിഞ്ഞുപോയി, സമുദ്രവും ഇനിയില്ല. ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം, അവനവരോട് കൂടെ വസിക്കും. അപ്പോൾ ഒരു വീണ്ടെടുപ്പിന്റെ അനുഭവത്തിൽ പ്രവേശിച്ച മനുഷ്യർക്ക് ലഭിക്കുന്ന ഒരു സന്തോഷത്തിന്റെ അനുഭവത്തെ കുറിച്ച് ദർശകനായിരിക്കുന്ന യോഹന്നാൻ വിളിച്ചു പറയുക. ഇവിടെ സൃഷ്ടിയുടെ ആ പുനർനിർമ്മാണത്തിനായി കാക്ഷിക്കുന്ന ദൈവത്തെ കാണുവാൻ കഴിയും. മനുഷ്യന്റെ അത്യാഗ്രഹവും വിവേകരഹിതമായ പ്രവർത്തനങ്ങളും അവന്റെ ബുദ്ധിശൂന്യതയിൽ അവൻ പ്രവർത്തിച്ചത് കൊണ്ട് സൃഷ്ടിയുടെ വളർച്ചയും പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പും വളരെ അപകടത്തിലാണ്. അതുകൊണ്ടൊരു വീണ്ടെടുപ്പ് ആവശ്യമാണ്. ആ വീണ്ടെടുപ്പിന്റെ അനുഭവത്തിൽ പ്രവേശിക്കുന്നവർക്ക് ലഭിക്കുന്ന സന്തോഷത്തിന്റെ കൂട്ടായ്മ നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. അതുകൊണ്ടൊരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു ചെടി നടുന്നത് അവന്റെ ആത്മീയ പ്രവർത്തനമായും മലിനീകരണത്തെ തടയുന്നത് പിശാചിനെതിരെയുള്ള പോരാട്ടവുമായും കാണേണ്ടതാണ്. ഇതാ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. ഈ തരത്തിൽ പ്രകൃതിയിലൂടെ ദൈവത്തെ കാണുവാൻ നമുക്ക് കഴിയണം. സൃഷ്ടിയെ പരിപാലിക്കുന്നതിൽ കൂടെ ദൈവിക മഹത്വം കരയറ്റുവാൻ നമുക്ക് സാധ്യമാണ്. അതാണ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഇത് സുവിശേഷ വേദഭാഗത്തുള്ള ഒരു ചിന്ത മനുഷ്യൻ അധ്വാനിക്കേണ്ടെന്നോ മനുഷ്യൻ കണക്ക് കൂട്ടണ്ടെന്നോ പദ്ധതികളൊന്നും ഉണ്ടാക്കണ്ട എന്നോ ഒന്നുമല്ല. വേദപുസ്തകം അങ്ങനെ പഠിപ്പിക്കുന്നുമില്ല.
ദിവസം വളരെ ശക്തമായി പറയുന്നു, വിചാരപ്പെടരുത്. മനുഷ്യന്റെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ധാരാളമാണ്. മനുഷ്യൻ എത്ര പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിച്ചാലും പ്രശ്നങ്ങളുടെ എണ്ണത്തിൽ ഒരു കുറവും വരുന്നില്ല എന്നുള്ള വസ്തുത ഞാൻ കണ്ടുപിടിച്ചു. അത് എൻ്റെ ജീവിത സായാഹ്നത്തിലായി എന്നാണ് നോബൽ സമ്മാന അർഹനായിരുന്ന ഷീഖ് മോനോയുടെ വാക്കുകൾ. നമ്മുടെ ജീവിതത്തിലൊക്കെ ഇത് ഒരു യാഥാർത്ഥ്യമാണ്. പ്രശ്നങ്ങൾ ധാരാളമുണ്ട്. ഒരു കുരുക്ക് അഴിക്കുമ്പോൾ കുരുക്കുകൾ മുറുകി മുറുകി വരും. അപ്പോൾ പ്രശ്നങ്ങളുടെ മുൻപിൽ അമ്പരപ്പെടേണ്ട കാര്യമില്ല എന്നാണ് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്. കണ്ണും വീഴ്ച നോക്കി നിൽക്കേണ്ട ആവശ്യവുമില്ല. കാരണം അവയുടെ പിന്നിൽ ശക്തമായ ഒരു ഭുജമുണ്ട്. സകലതും നിയന്ത്രിക്കുന്ന ഒരു ഭുജം. ദൈവത്തിന്റെ മാറ്റമില്ലാത്ത ശക്തമായ ഭുജമാണ്. അതുകൊണ്ട് വിചാരപ്പെടരുത് എന്ന് വളരെ വ്യക്തമായി വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. വിചാരപ്പെടുന്നത് കൊണ്ട് ജീവിതത്തിൽ ഒരു നന്മയും ലഭിക്കുന്നില്ല. അമിതമായ ഉത്കണ്ഠ ക്രിയാത്മകതയെ തന്നെ നശിപ്പിക്കും എന്നുള്ളത് നമുക്കറിയാം. അതുകൊണ്ട് ന്യൂട്ടൺ ഇപ്രകാരം ഒരിക്കൽ പറഞ്ഞു, ചെയ്യാവുന്നതിൽ ഏറ്റവും നല്ലത് ഇന്ന് ചെയ്യുക, നാളെ അതിനേക്കാൾ മെച്ചമായത് ചെയ്യാം. അതുകൊണ്ട് ഈ ലോക ജീവിതത്തിൽ ഞാനും നിങ്ങളുമായിരിക്കുമ്പോൾ ദൈവം നമുക്ക് നൽകിയതായിട്ടുള്ള ഈ പ്രകൃതി, അതിൻ്റെ വിഭവങ്ങൾ, അത് ശരിയായ രീതിയിൽ വ്യാപാരം ചെയ്യുവാൻ, വിനിയോഗം ചെയ്യുവാൻ നമുക്ക് ഇടയായിത്തീരണം. ആ വലിയ ചിന്തയിൽ ജീവിക്കാനായിട്ട് നമുക്ക് സാധ്യമാകുമ്പോഴാണ് ഒരു വീണ്ടെടുപ്പിന്റെ അനുഭവത്തിലേക്ക് പ്രവേശിക്കുവാൻ കഴിയും. അങ്ങനെ വീണ്ടെടുപ്പിന്റെ അനുഭവത്തിൽ പ്രവേശിച്ചവർക്കാണ്, അല്ലെങ്കിൽ ആ ഒരു കാഴ്ചപ്പാടോട് ജീവിക്കുന്നവർക്കാണ് പുതിയ ആകാശത്തിൻ്റെയും പുതിയ ഭൂമിയുടെയും നന്മ അനുഭവിക്കുവാൻ കഴിയും. അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തട്ടെ. ഈ പുതിയ ആകാശത്തിൻ്റെയും പുതിയ ഭൂമിയുടെയും അനുഭവക്കാരായി പങ്കാളികളായി തീരുവാൻ ദൈവം നമ്മെ ഒരുക്കട്ടെ. ദൈവം നമ്മെ സഹായിക്കട്ടെ. നമുക്ക് നമ്മുടെ വിശ്വാസത്തെ അവർക്ക് പ്രഖ്യാപിക്കാം. അപ്പോസ്തലിക വിശ്വാസ പ്രമാണ വാക്കുകൾ. സർവശക്തിയുടെ പിതാവായ ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചവനായ ദൈവത്തെ ഞാൻ വിശ്വസിക്കുന്നു. അവന്റെ പുത്രനായ കർത്താവായ യേശുക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു. ഇവൻ പരിശുദ്ധാത്മാവിനാൽ തനിമേൽ ഉത്പാദിക്കപ്പെട്ട് ജനിച്ചു, പൊന്തിയോസ് പിലാത്തോസിന്റെ കീഴിൽ കഷ്ടപ്പെട്ടു, ക്രൂശിക്കപ്പെട്ടു, മരിച്ചടക്കപ്പെട്ടു. അവൻ പാതാളത്തിലേക്ക് ഇറങ്ങി, മൂന്നാം ദിവസം മരിച്ചവരിൽ എഴുന്നേറ്റു. അവൻ സ്വർഗ്ഗത്തിലേക്ക് കയറി സർവശക്തിയുടെ പിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. അവിടെ ജീവനുള്ളവരെ മരിച്ചവരെയും ന്യായവിധിപ്പാൻ വരികയും ചെയ്യും. പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കാതോലിക്ക സഭയിലും വിശുദ്ധന്മാരുടെ സംസർഗത്തിലും പാപമോചനത്തിലും ശരീരത്തിന്റെ പുനരുത്ഥാനത്തിലും നിത്യജീവനിൽ ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ ഇരിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ഇഷ്ടത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ഞങ്ങളുടെ കാലം ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടനിൽ ഞങ്ങളെ വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതല്ലോ. ആമേൻ. പരിസ്ഥിതി ഞായറാഴ്ചയായിരിക്കുന്ന ഇന്നത്തേക്കുള്ള അപേക്ഷ. സർവ സൃഷ്ടിയുടെയും സൃഷ്ടാവും വീണ്ടെടുപ്പുകാരനുമായ ദൈവമേ, ഞങ്ങളെ വിമോചിപ്പിച്ച് സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ച് ഞങ്ങളെ പാപവിമുക്തരാക്കുന്ന നിന്റെ കൃപയ്ക്കായി ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. വീണ്ടെടുപ്പിനായി ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന സൃഷ്ടിയുടെ കാര്യവിചാരകന്മാരായിരിക്കുവാൻ നിന്റെ വിമോചന ശക്തിയാൽ ഞങ്ങളെ ബലപ്പെടുത്തണമെന്ന് നിന്നോടും പരിശുദ്ധാത്മാവിനോടും കൂടെ ഏകദൈവമായി കാലാവസാനം കൂടാതെ ജീവിച്ചു വാഴുന്ന യേശുക്രിസ്തു മൂലം ഞങ്ങൾ
സംരക്ഷണത്തിൽ ഞങ്ങൾ ഉറപ്പോടെ ആശ്രയിച്ച് ഞങ്ങൾ യാതൊരു പ്രതിയോഗികളുടെ ശക്തിയെ ഭയപ്പെടാതിരിക്കുവാനായിട്ട് ഞങ്ങളുടെ ശത്രുക്കളുടെ ആക്രമണങ്ങളിലൊക്കെ നിന്റെ താഴെയുള്ള ദാസരായ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ബലം മൂലം കാത്തുകൊള്ളണമേ. ആമേൻ. കൃപയ്ക്ക് വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവായ കർത്താവേ, ഈ ദിവസത്തിന്റെ ആരംഭം വരെ നീ ഞങ്ങളെ സുഖത്തോടെ കൊണ്ടുവന്നിരിക്കുന്നു. നിന്റെ മഹാശക്തി കൊണ്ട് ഇന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഇന്നേ ദിവസം ഞങ്ങൾ യാതൊരു പാപത്തിനും വീഴാതെയും യാതൊരു ആപത്തിനും അകപ്പെടാതെയും നിന്റെ മുൻപാകെ നീതിയായുള്ളതിനെല്ലാം ഇപ്പോഴും ചെയ്യുവാനായിട്ട് ഞങ്ങളുടെ സകല ക്രിയകളും നിന്റെ ഭരണത്താൽ നടത്തപ്പെടേണ്ടതിന് ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം കൃപ ചെയ്യണമേ. ആമേൻ. നോട്ടീസായിട്ട് ചില കാര്യങ്ങൾ ഓർപ്പിക്കട്ടെ. കഴിഞ്ഞ ബുധൻ വെള്ളി ദിവസങ്ങളിൽ നടത്തപ്പെട്ട ചെയിൻ പ്രയറിൽ പങ്കുചേർന്ന എല്ലാവരോടും ഇന്നത്തെ ആരാധനയ്ക്ക് വേണ്ട എല്ലാ ക്രമീകരണങ്ങളും ചെയ്തവരോടും വളരെ പ്രാർത്ഥനയോടുകൂടെ ഭയഭക്തിയോടുകൂടെ ഭവനങ്ങളിൽ നിന്ന് പങ്കുചേർന്ന നിങ്ങളെല്ലാവരോടുമുള്ള നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. ഫുഡ്കിറ്റിന്റെ 3-ാം ഘട്ടത്തോടുകൂടെ ഏതാണ്ട് 300 ഭവനങ്ങളിൽ ഇത് നൽകുവാനായിട്ട് കഴിഞ്ഞു. 4-ാം ഘട്ടത്തിലുള്ള ഓർഡർ നൽകിയിട്ടുണ്ട്. ചൊവ്വാഴ്ച ദിവസം നിങ്ങളുടെ ഭവനങ്ങളിൽ അത് എത്തിക്കുന്നതിന് ഇതിനു വേണ്ടി സംഭാവന നൽകിയ എല്ലാ പ്രിയപ്പെട്ടവരോടുമുള്ള നന്ദിയും അറിയിക്കട്ടെ. 4-ാം ഘട്ടത്തിൽ കിറ്റ് നൽകണമെങ്കിൽ അല്പം കൂടെ പണം ആവശ്യമാണ്. താല്പര്യമുള്ളവർക്ക് സഹകരിക്കാവുന്നത്ര. ജൂൺ മാസത്തെ വോയിസ് ഇതിനോടകം ലഭിച്ചു എന്ന് വിശ്വസിക്കുന്നു. ദാനിയേൽ, ഹോശയ പ്രവചന പുസ്തകങ്ങളിലെ ചോദ്യങ്ങൾ ബൈബിൾ ക്വിസായിട്ട് ചേർത്തിട്ടുണ്ട്. ഉത്തരം ജൂലൈ മാസത്തെ വോയിസിൽ നൽകുന്നതാണ്. ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസത്തേക്കുള്ള ഗുരുപാദാന്തികം ലഭിച്ചിട്ടുണ്ട്. വരിസംഖ്യ അടച്ചവർക്ക് ഇത് ലഭ്യമല്ല. സാധാരണ ജൂൺ മാസം 30-ന് മുൻപ് ശ്രീജന സഖ്യത്തിന്റെ മെമ്പർഷിപ്പ് നൽകേണ്ടതാണല്ലോ. ശ്രീജന സഖ്യത്തിന്റെ ചുമതലപ്പെട്ടവരെ ആ തുക ഏൽപ്പിക്കണം എന്ന് ഓർമ്മിക്കുന്നു. അനുശോചനം. നമ്മുടെ ഇടവക അംഗമായിരുന്ന കാവിന്റെ കിഴക്കതിൽ അന്നമ്മ തോമസ് 84 വയസ്സ് നിത്യസ്വസ്ഥതയിൽ പ്രവേശിച്ചു. പരേതയുടെ എല്ലാ സേവനങ്ങളെയും നന്ദിയോടുകൂടെ സ്മരിക്കുന്നു. ദുഃഖത്തിലിരിക്കുന്ന കുടുംബാംഗങ്ങളെ ദൈവം ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ഇടവകയുടെ അനുശോചനം അറിയിക്കുകയും ചെയ്യും. ഈ ആഴ്ച ജന്മദിനവും വിവാഹ വാർഷികവും ആഘോഷിച്ചവരുടെ പേരുകൾ വായിക്കട്ടെ. ജന്മദിനം ആഘോഷിച്ചവർ ഷിബു തോമസ് കണിയാന്തറയിൽ, അനീഷ് ജോർജ് പാലനിൽക്കുന്നതിൽ, ലിൻഡ സാറ നൈനാൻ ടെമ്പിൾ വ്യൂ, ജെറി ജോൺ വർഗീസ് തുതിക്കാട്ട പീസ് ക്വാർട്ടേഴ്സ്, ഡോക്ടർ അനി മാത്യു ഭൂപ്പള്ളി മലയിൽ, ജിനി ഗീത ജെയിംസ് മണ്ണേൽ ജോസിവില്ല, ജോബി മോമിൻ മാമ്പർത്തുണ്ടത്തിൽ, ജിബി ഉമ്മൻ ഫിലിപ്പ് കലാഭവൻ, സുബൻജി ജേക്കബ് ആര്യാട്ട ബേസില്ല, മിനു ജേക്കബ് കടത്തറയിൽ, ഡാർവിൽ മാത്യു ജേക്കബ് പാലത്തുംപാട്ട് ബദൽ, ടെസ്വിൻ ബിജു തോമസ് പടിപ്പനക്കൽ,
ചെറിയാൻ ജോർജ് സ്ഥാനോത്ര നമ്പർ 2, റവറൻസ് ബിനുച്ചി ജോൺ താഴ്മുട്ടത്ത് പുത്തൻവീട്, അലക്സാണ്ടർ തോമസ് പുതിയ വീട്ടിൽ, ജേഡൻ നൈനാൻ ഫിലിപ്സ് ഗ്രേസ് മന്ദിരം, ജേക്കബ് ചെറിയാൻ പൂമൂട്ടിൽ, നിതിൻ മാത്യു പള്ളിത്താഴത്ത്, സിസിലി അലക്സാണ്ടർ പുതുശ്ശേരി മഠം, പോത്തൻജി തോമസ് തെങ്ങുവിളയിൽ സന്തോഷ് ഭവൻ, CC കുര്യൻ ചെങ്കൽമോടി നമ്പർ 3, അമ്മണി ഉമ്മൻ കുഴിയമ്പുറത്ത് മലയിൽ, പ്രിയ ലിസ് സക്രിയ താഴമുട്ടത്ത്, PV മത്തായി തേക്കുമൂട്ടിൽ, അനന്യ മറിയം ജേക്കബ് കുഴിയമ്പുറത്ത്, സിബിൻ M ഫിലിപ്പ് പടിപ്പുരയ്ക്കൽ, അഭിജിത്ത് മാത്യു ജോർജ് മങ്ങാട്ട് ബേബി ഗാർഡൻസ്, TI ചാക്കോ പെരുമ്പുഴി ക്രിസ്റ്റിവില്ല, ആഷ്ലി സാറ നൈനാൻ എബനേസർ ഹെവൻ, ജെഫ് സജി കിഴക്കേടത്ത്, സാറ ബിനു ജോൺ കർത്തേപ്പള്ളി പീടികയിൽ, റോഷൻ ഇടുക്കട സോജി താനത്ര നമ്പർ 2, ഏമി റേച്ചൽ മൺസി വെട്ടിവടക്കതിൽ, ബിയ ബിനു ഈശു തെറ്റിക്കുഴി തെക്ക് കിഴക്ക്, ജോനഥാൻ മാമൻ കുരുവിള കുറ്റിക്കൽ ഷാബത്ത്. വിവാഹ വാർഷികം ആഘോഷിച്ച കുടുംബങ്ങൾ: മിസ്റ്റർ ആൻഡ് മിസസ് തോമസ് പി ചാണ്ടി പലോന്നിപ്പറമ്പിൽ മോഹൻവില്ല, മിസ്റ്റർ ആൻഡ് മിസസ് ലിജോ കുരുവിള ജേക്കബ് പണിക്കരടുത്ത്, മിസ്റ്റർ ആൻഡ് മിസസ് നൈനാൻ പള്ളിത്താഴത്തിൽ, മിസ്റ്റർ ആൻഡ് മിസസ് വർക്കി യോഹന്നാൻ പടിപ്പുരയ്ക്കൽ, മിസ്റ്റർ ആൻഡ് മിസസ് വാട്ടർ പി ജോസഫ് മേലെ മഠത്തിൽ. ഇവരെ ഓർത്ത് ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ജന്മനമേ യഹോവയെ വാഴ്ത്തുക, സർവാന്തരവുമേ വിശുദ്ധനാമത്തെ വാഴ്ത്തുക. ജന്മനമേ യഹോവയെ വാഴ്ത്തുക, അവന്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത്. ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവന്റെയും ആരോഗ്യത്തിന്റെയും ആയുസിന്റെയും ദാതാവായിരിക്കുന്ന നല്ല ദൈവമേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടെ ഞങ്ങൾ തിരുസന്നിധിയിലായിരിക്കുന്നു. ഈ ആഴ്ച ജന്മദിനം ആഘോഷിച്ച എല്ലാവർക്കും വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ ഒരു വർഷം നീ അവരോട് കൂടെ ഇരുന്നതിനെ സ്തോത്രം. പുതുവർഷത്തിൽ വേണ്ട നന്മകളും അനുഗ്രഹങ്ങളും കൃപകളും അവരുടെ മേൽ പകരണമേ. കുടുംബജീവിതത്തിൽ ഒരു വർഷം കൂടെ പിന്നിട്ടവർക്കായിട്ട് സ്തോത്രം. വ്യത്യസ്തമായ സാഹചര്യങ്ങൾ ജീവിച്ചവരെ നീ വിളിച്ചു, നീ കൂട്ടിച്ചേർത്തു. ഇന്ന് വരെ സന്തോഷകരമായ ജീവിതം നയിപ്പാൻ നീ വരെ ഒരുക്കി. അവർക്ക് ധാരാളത്തുള്ള മക്കളെയും കുടുംബങ്ങളെയൊക്കെ നീ അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. പുതുവർഷം അവർക്കും നന്മയുടെയും സന്തോഷത്തിന്റെയും അനുഗ്രഹത്തിന്റെയും സമൃദ്ധിയുടെയും വർഷമാക്കി തീർക്കണമേ. യേശുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. ജലാശയമേ പടവെന്ന് ആരംഭിക്കുന്ന 395 കീർത്തനം പാടും. ഹിം നമ്പർ 395. ജലാശയേ പാടവന്നു
പരിസ്ഥിതി ഞായറാഴ്ചയായിട്ട് ആഘോഷിച്ച ഈ പ്രത്യേക ദിവസത്തിൽ നമ്മുടെ ഭവനങ്ങളിൽ നിന്ന് ദൈവത്തെ ആരാധിപ്പാനും ദൈവത്തെ സ്തുതിപ്പാനും ഒക്കെ ലഭിച്ച സാവകാശത്തിനായി സ്തോത്രം ചെയ്യും. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. മണ്ണിൽ നിന്നാണ് മനുഷ്യനെ മെടഞ്ഞത്. പ്രകൃതിയെ ദൈവം നമുക്ക് നൽകി. അതിനെ പരിരക്ഷിപ്പാനുള്ള ചുമതല ദൈവം ഏൽപ്പിച്ചു. ദൈവമേൽപ്പിച്ച ഭൂമി അത് കാത്തു സൂക്ഷിപ്പാൻ പലപ്പോഴും നമുക്ക് കഴിയുന്നില്ല. പല സമയങ്ങളിലും പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നവരാണ്. പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ ക്രമീകരിപ്പാൻ, അത് പരിപാലിപ്പാൻ നമ്മയൊക്കെ ഒരുക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. COVID-19 എന്ന് പറയുന്ന ചെറിയ വൈറസ് ലോകത്തെ മുഴുവൻ പിടിച്ച് കുലുക്കിയിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. 75 ലക്ഷത്തിലധികം ആളുകൾക്ക് ഈ ബാധ ഉണ്ടായിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കും. നാലര ലക്ഷത്തോളം ആളുകൾ ഈ രോഗബാധയെ ലോകത്തോട് യാത്ര ചെയ്തു. ആ കുടുംബങ്ങളൊക്കെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ആശ്വാസവും സമാധാനം നൽകുന്നതിന് വേണ്ടി അപേക്ഷിക്കാം. നമ്മുടെ രാജ്യത്തും ദിനത്തോറും രോഗികളുടെ എണ്ണവും മരണസംഖ്യയൊക്കെ വർദ്ധിക്കുന്നു. ദൈവം മനസ്സറിയുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ ഇടവകയെ ഓർക്കാം, ഇടവയുടെ കുടുംബങ്ങളൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കാം. വേർപാട് ദുഃഖത്തിൻ്റെ കുടുംബാംഗങ്ങളെ ഓർത്ത് നമുക്ക് അപേക്ഷിക്കാം. സകല ബുദ്ധിയും കുറേ ദൈവ സമാധാനം അവർക്ക് നൽകുന്നതിന് വേണ്ടി അപേക്ഷിക്കാം. മഹാരാധ്യക്ഷൻ മറ്റു ചുമതലപ്പെട്ടവരെയും എല്ലാ ജനങ്ങളെയും എല്ലാ സഭാപ്രവർത്തകരെയും സഭാ ശുശ്രൂഷകരെയും പട്ടക്കാരെ ദൈവങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ദൈവങ്ങൾ നമ്മെ തന്നെ പുതുക്കി സമർപ്പിച്ചുകൊണ്ട് ഒരു നിമിഷം മൗനമായി പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഈ വിശുദ്ധ ദിവസത്തിൽ പല ഭവനങ്ങളിലിരുന്ന് ഈ ശുശ്രൂഷയെ പങ്കെടുക്കുവാൻ ഞങ്ങൾ ഒരിക്കലും സ്തോത്രം. നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന വിഭവങ്ങൾ ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യുവാൻ, വിനിയോഗം ചെയ്യുവാൻ ഞങ്ങളെ ഒരുക്കണം. ഞങ്ങളൊക്കെ കണക്ക് ബോധിപ്പിക്കേണ്ടവരാണ് എന്നുള്ള ബോധ്യത്തോടെ കഴിയുവാൻ, ആ വീണ്ടെടുപ്പിൻ്റെ അനുഭവത്തിൽ പ്രവേശിപ്പാൻ, പുതിയ ആകാശത്തിൻ്റെ പുതിയ ഭൂമിയുടെ പങ്കുകാരായി തീരുവാൻ നീ കൃപ ചെയ്യണമേ. കൊറോണ വൈറസ് മൂലം രോഗികളായി തീർന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആശ്വാസം നൽകണമേ. ഈ ബാധ മൂലം അനേകർ ഈ ലോകത്തോട് യാത്ര പറഞ്ഞു. കുടുംബങ്ങളെ ഞങ്ങൾ ഓർക്കുന്നു. ഇവയെ സമാധാനം നൽകണം. ഇടവയിലുള്ള എല്ലാ കുടുംബങ്ങളെയും ഓർത്ത് അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. യേശുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. കടക്കാരോട് ഞാൻ ക്ഷമിച്ചിരിക്കുന്നത് പോലെ കടകൾ ഭാഗം ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കാതെ ദുഷ്ടനെ ഞങ്ങളെ വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതല്ലോ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നമ്മെല്ലാവരോടും കൂടെ എപ്പോഴും ഇരിക്കുമാറാകട്ടെ. ആമേൻ. Srishti Poke
പോ